അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ സൈനിക ആക്രമണങ്ങൾക്ക് അഞ്ച് ദിവസത്തെ താൽക്കാലിക വിരാമം പ്രഖ്യാപിച്ചപ്പോൾ ലോകം ഉറ്റുനോക്കിയത് ഇറാന്റെ പ്രതികരണത്തിലേക്കാണ്. ഒടുവിൽ ആ മറുപടി എത്തിയിരിക്കുന്നു. വെറുമൊരു മറുപടിയല്ല, അമേരിക്കയും സഖ്യകക്ഷികളെയും ഒരുപോലെ ഞെട്ടിക്കുന്ന ഒരുപിടി കർശന വ്യവസ്ഥകളാണ് ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ട്രംപും ഇറാനും തമ്മിൽ മധ്യസ്ഥർ വഴി നടക്കുന്ന ചർച്ചകളിലാണ് ടെഹ്റാൻ തങ്ങളുടെ ഡിമാൻഡുകൾ വ്യക്തമാക്കിയത്. ഇസ്രായേൽ മാധ്യമമായ ചാനൽ 12 പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ ഇവയാണ്. ഭാവിയിൽ ഇറാനെതിരെ അമേരിക്ക ഒരിക്കലും ആക്രമണം നടത്തില്ല എന്ന സുരക്ഷാ ഉറപ്പ് നൽകുക, ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വ്യാപാര പാതയായ ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം പുതിയൊരു മാരിടൈം ഓർഡറിലൂടെ ഇറാന് നൽകുക, പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ സൈനിക താവളങ്ങളും അടച്ചുപൂട്ടുക, കൂടാതെ യുദ്ധത്തിൽ ഇറാനുണ്ടായ വലിയ നാശനഷ്ടങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക നഷ്ടപരിഹാരം നൽകുക. ഇതിനു പകരമായി ചില വിട്ടുവീഴ്ചകൾക്കും ഇറാൻ തയ്യാറാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അടുത്ത 5 വർഷത്തേക്ക് ബാലിസ്റ്റിക് മിസൈൽ വികസനം നിർത്തിവെക്കാനും യുറേനിയം സമ്പുഷ്ടീകരണം കുറയ്ക്കാനും പശ്ചിമേഷ്യയിലെ തങ്ങളുടെ പ്രോക്സി ഗ്രൂപ്പുകൾക്കുള്ള ഫണ്ടിംഗ് അവസാനിപ്പിക്കാനും ഇറാൻ സമ്മതിച്ചേക്കും. കൂടാതെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് തങ്ങളുടെ ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനും ഇറാൻ അനുമതി നൽകിയേക്കും. മാർച്ച് 12-ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നോട്ട് വെച്ച മൂന്ന് നിബന്ധനകളുടെ കൃത്യമായിട്ടുള്ള ഒരു തുടർച്ചയാണിത്. ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിക്കുക, നഷ്ടപരിഹാരം നൽകുക, ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകുക എന്നിവയായിരുന്നു ആ നിബന്ധനകൾ. അമേരിക്കയുമായി ഇനി ചർച്ചയ്ക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി അടക്കമുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ചർച്ചകളുടെ വഴിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. ഇറാനിലെ ഊർജ വൈദ്യുതി നിലയങ്ങൾ പൂർണ്ണമായി തകർക്കുമെന്ന അമേരിക്കൻ ഭീഷണിക്ക് ഇടയിലാണ് തിങ്കളാഴ്ച അപ്രതീക്ഷിതമായി ഡൊണാൾഡ് ട്രംപ് 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. ഇറാനിയൻ പ്രതിനിധികളുമായി വളരെ നല്ല ചർച്ചകൾ നടന്നുവെന്നും ട്രംപ് പറഞ്ഞിരുന്നു. അടഞ്ഞുകിടക്കുന്ന ഹോർമൂസ് കടലിടുക്ക് തുറക്കുക എന്നതായിരുന്നു ട്രംപിന്റെ പ്രധാന ആവശ്യം. തിങ്കളാഴ്ച രാത്രിക്ക് മുൻപ് തന്നെ ഹോർമൂസ് തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകൾ ഇല്ലാതാക്കും എന്നായിരുന്നു ട്രംപിന്റെ അന്ത്യശാസനം. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നതടക്കം 15 കാര്യങ്ങളിൽ ഇറാനുമായി ഇതിനോടകം ധാരണയിലെത്തിയതായി CNN റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇസ്രായേൽ ഈ ചർച്ചകളിലൊക്കെ തന്നെ കടുത്ത അതൃപ്തിയിലാണ്. ഇനി എന്ത്? അതാണ് ലോകം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടുക, ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വിട്ടു നൽകുക തുടങ്ങിയ ഇറാന്റെ ഈ കടുത്ത വ്യവസ്ഥകൾ ഡൊണാൾഡ് ട്രംപ് അംഗീകരിക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഈ ആവശ്യങ്ങൾ അവർ തള്ളിക്കളഞ്ഞാൽ 5 ദിവസത്തെ ഈ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ വീണ്ടും അതിരൂക്ഷമായിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്നൊരു ചോദ്യവും അവശേഷിക്കുന്നു. വരും ദിവസങ്ങളിൽ നടക്കുന്ന ഉന്നതതല ചർച്ചകൾ പശ്ചിമേഷ്യയുടെ ഭാവി തന്നെ നിർണ്ണയിക്കും. ന്യൂസ് ഡെസ്ക് മലയാളം.